മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയതിന് പിന്നിൽ രാജ്യാന്തര സെക്സ് റാക്കറ്റ് എന്ന് പോലീസ് പറയുന്നുണ്ട്. വിദേശത്തുള്ള പ്രതികൾക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. റാക്കറ്റിലെ കണ്ണികൾ കൂടുതലും സ്ത്രീകളാണെന്നാണ് സൂചന. മോഡലിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് യുവതികളെ ദുബായിൽ എത്തിച്ചാണ് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നത്. ഇതുവരെ 3 യുവതികളാണ് കേസിൽ അറസ്റ്റിലായത്. നിലവിൽ മരട് പോലീസിന് മുന്നിൽ 3 പരാതികളാണ് ലഭിച്ചത്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സഹിൻ, ഇത് വലിയൊരു റാക്കറ്റാണെന്ന വിലയിരുത്തലിൽ തന്നെയാണോ പോലീസ്? ഇതിൽ 3 പേർ അറസ്റ്റിലായുണ്ട്. ഒരാൾക്ക് ഗുണ്ടാ സംഘങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ പോലീസ് പറഞ്ഞിരിക്കുന്നു. ഒപ്പം മുഖ്യപ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ എങ്ങനെ? തീർച്ചയായിട്ടും സേതു, ഇത് വലിയൊരു സംഘം തന്നെയാണ്. ഇതിന് പിന്നിൽ ഒരു രാജ്യാന്തര സെക്സ് റാക്കറ്റ് ഉണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. റാക്കറ്റിലെ കണ്ണികൾ കൂടുതലും സ്ത്രീകളാണെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഈ വിദേശത്തുള്ള പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 പ്രതികളാണ് ഇതിൽ പിടിയിലായിട്ടുള്ളത്. ഒരാൾ സിന്ധു എന്ന് പറയുന്ന ഒരു യുവതിയാണ്, മറ്റൊരാൾ അലീന. ഇവരാണ് ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങളുമായി വലിയ ബന്ധമുള്ളത്. ഇവര് കൊച്ചിയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ നേതാവിന്റെ ഭാര്യയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഒപ്പം തന്നെ ഇവരായിരുന്നു ഈ സ്ത്രീയെ മികച്ച വരുമാനം ലഭിക്കുമെന്ന് എല്ലാം വാഗ്ദാനം ചെയ്ത്, മോഡലിംഗ് ജോലിയൊക്കെ വാഗ്ദാനം ചെയ്ത് ദുബായിൽ എത്തിച്ചത്. അവിടെ വെച്ച് ഈ യുവതി പറയുന്നത് വെച്ചാണെങ്കിൽ വിമാനത്താവളത്തിൽ നിന്ന് യുവതികളെ കൊണ്ടുപോവുക ഒരു ഹോട്ടൽ റൂമിലേക്കായിരിക്കും. അവിടെ വെച്ച് മയക്കുമരുന്ന് നൽകും, പിന്നീട് പീഡിപ്പിക്കും. ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തും. പിന്നീട് ഈ ദൃശ്യങ്ങൾ കാട്ടിയായിരിക്കും പെൺകുട്ടികളെ കൂടുതൽ ആളുകൾക്ക് കാഴ്ചവെക്കുക. അത് തന്നെയാണ് ഈ പെൺകുട്ടിക്കും നടന്നിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ ഒരു രാജ്യാന്തര മനുഷ്യക്കടത്ത് സംഘം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. നിലവിൽ മരട് പോലീസ് 3 പേരെ പ്രതിയേർത്തിട്ടുണ്ട്. 5 പേരെ പ്രതിയേർത്തു. അതിൽ 3 പേർ പിടിയിലായിട്ടുണ്ട്. 3 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ചെയ്തു.